ഹിജാബ് വിവാദത്തിൽ സർക്കാരിനെതിരെ ഓടിയമ്പുമായി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. ചില അഴിമതികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണിത്. മതേതര പാർട്ടികൾ വോട്ട് കിട്ടാൻ വേണ്ടി സമുദായങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പറഞ്ഞു. വ്യവസ്ഥാപിത നിയമത്തെ വെല്ലുവിളിച്ച് ഒരു സ്കൂളിന് മാത്രം സ്വന്തമായി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് സമസ്ത നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ. തലമറയ്ക്കണമെന്നത് ഇസ്ലാം പെൺകുട്ടികളുടെ അവകാശമാണ്. തട്ടത്തിന്റെ കളർ സ്കൂളിന് തീരുമാനിക്കാം. ചന്ദനക്കുറി ഇട്ട് വരരുത് എന്ന് പറയാൻ പറ്റുമോ എന്നും പൂക്കോട്ടൂർ ചോദിച്ചു. തന്നെ പ്രശംസിച്ച സമസ്ത നിലപാടിന് മന്ത്രി ശിവൻകുട്ടി നന്ദി പറഞ്ഞതോടെ മറ്റൊരു മാനത്തിലേക്ക് കൂടി കടക്കുകയാണ് ഹിജാബ് വിവാദം. ആ ഡയറിയിൽ ഇങ്ങനെ തലയിൽ തട്ടമിടരുത് എന്ന് പറഞ്ഞിട്ടില്ല. സ്കൂളിന്റെ യൂണിഫോം കുട്ടികൾ ധരിക്കണം എന്ന നിർബന്ധമേ അതിൽ പറഞ്ഞുള്ളൂ. അതേസമയത്ത് ഇന്ന കളറിലുള്ള ഒരു ഹെഡ് സ്കാർഫ് ധരിക്കണം എന്ന് പറയാൻ ആർക്കും അധികാരമുണ്ട്. കാരണം യൂണിഫോമിറ്റി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ന കളറിലുള്ളതായിരിക്കണം നിങ്ങളെ തലയിൽ തട്ടമെന്ന് പറയാമെന്നല്ലാതെ അത് ധരിക്കരുത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ അവകാശത്തെ ഹനിക്കലായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശിരോവസ്ത്ര വിവാദത്തിൽ മുമ്പ് SDP മാത്രമായിരുന്നു നിലപാട് വ്യക്തമാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ സമസ്തയും അവരുടെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. മുഖപ്രസംഗത്തിലായിരുന്നു സമസ്തയുടെ ലേഖനം ഉണ്ടായിരുന്നത്. മന്ത്രിയുടെ സമീപനം അഭിനന്ദനാർഹമാണെന്ന് മന്ത്രി ശിവൻകുട്ടിയെ പ്രശംസിച്ചുകൊണ്ടും സുപ്രഭാതം എഴുതി. മതേതരത്വത്തെയും ഭരണഘടനയും ചേർത്ത് പിടിച്ചുള്ള പ്രതികരണമാണ് മന്ത്രി ശിവൻകുട്ടി നടത്തിയതെന്നായിരുന്നു സമസ്തയുടെ പ്രശംസ. ഒപ്പം തന്നെ ഈ സ്കൂളിനെതിരെ വലിയ വിമർശനവും ഈ മുഖപത്രത്തിൽ ഉണ്ട്. ശിരോവസ്ത്ര വിവാദത്തിൽ സ്കൂളിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു ലേഖനം. ശിരോവസ്ത്രത്തിന് വേണ്ടി അതിന്റെ ശിരോവസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിന് വാദിച്ചവരെ വർഗീയവാദികളായി ചാപ്പകുത്തുന്നു എന്നായിരുന്നു ആ സമസ്തയുടെ വിമർശനം. ഒപ്പം തന്നെ സമസ്തയുടെ പോഷക സംഘടനയായ SYSന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുൾ സമദ് പൂക്കോട്ടൂരും സമാന അഭിപ്രായം പങ്കുവച്ചു. ഈ മതപരമായിട്ടുള്ള അവകാശമാണ് ശിരോവസ്ത്രം ധരിക്കുക എന്നുള്ളത്. ചന്ദനക്കുറി ധരിക്കുമ്പോഴേയും കുരിശുമാല ഇടുമ്പോഴേയുള്ള ഒരു അവകാശമാണിത്. ഇത് ഭരണഘടന അനുവദിച്ചിട്ടുള്ളതാണ്. അതില്ല എന്ന് പറയാൻ സ്കൂളിന് അവകാശമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. ഒപ്പം തന്നെ ശിരോവസ്ത്രം ധരിച്ച ഒരു അധ്യാപികയാണ് കുട്ടി ശിരോവസ്ത്രം ധരിക്കരുത് എന്ന് പ്രഖ്യാപിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. എന്നാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അഭിപ്രായങ്ങൾ ഇത് ഹിജാബിൻ്റെ പേരിലുള്ള വാദത്തെ മതപരമായിട്ടുള്ള വർഗീയമായിട്ടുള്ള ഒരു വഴിയിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള ശ്രമം നടക്കുന്നുവെന്ന ആരോപണവും ആക്ഷേപവും അദ്ദേഹം ഉന്നയിച്ചു. പ്രത്യേകിച്ച് ഓരോ സമുദായത്തിനും അവരുടേതായ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. ആ ആചാരാനുഷ്ഠാനങ്ങളെ അനുവദിച്ചു കൊടുക്കുന്ന ഭരണഘടനാ രേഖയാണ് നമ്മുടെ ആർട്ടിക്കിൾ 25 വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പറ്റില്ല എന്ന് പറയാനാകില്ലല്ലോ. പക്ഷേ ഈ വിഷയം ഒരു വർഗീയമായി കാണേണ്ടതോ അതല്ലെങ്കിൽ കേരളത്തിൽ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ഒരു ഇലക്ഷനിലുള്ള ഒരു പോളറൈസേഷൻ ആരെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്നതാണെങ്കിൽ അതിലാരും വീണു പോകരുത്. മറിച്ച് ഇത് മതവിശ്വാസികളുടെ അവകാശത്തെ ഹനിക്കുന്ന പ്രവർത്തനമായി തന്നെ നമുക്ക് കാണേണ്ടിയും വരും. അതേസമയം മന്ത്രി ശിവൻകുട്ടി ആ വിഷയത്തിൽ സമസ്തയുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നടത്തിയത്. കുട്ടിയുടെ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അദ്ദേഹം വ്യക്തമാക്കി. കുട്ടിക്ക് സ്കൂളിൽ പോകാനുള്ള എല്ലാ അവകാശവുമുണ്ട്. സമസ്തയുടെ അഭിനന്ദനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞു. ആരുടെ വീഴ്ച മൂലമാണ് ഈ കുട്ടി പോകാത്തത് എന്ന് അന്വേഷിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. കുട്ടിയുടെ പ്രശ്നമാണെങ്കിലും സംരക്ഷണം നൽകുക എന്നതാണ് സർക്കാരിൻ്റെ നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇവിടെ നമുക്ക് കാണാൻ ഒരു അത്ഭുതകരമായ കാര്യമാണ്. ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല. അതൊക്കെ ഒരു വിരോധാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയൂ. അപ്പോൾ നമുക്ക് പ്രശ്നം പരിഹാരം കണ്ടെത്തി പോകണം. സ്കൂളിൻ്റെ അന്തരീക്ഷം സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിയണം. വാശിയും വൈരാഗ്യമൊക്കെ നമുക്ക് മാറ്റിവെച്ചിട്ട് കുട്ടിയും കൂടെ സ്കൂളിൽ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ചെയ്യുകയായിരിക്കും നല്ലത്. എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ദിവസങ്ങളിലും കൂടുതൽ പ്രതികരണങ്ങൾ വരും എന്ന് തന്നെ വേണം കരുതുവാൻ. മതസംഘടനകൾ ഇപ്പോൾ അഭിപ്രായവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നടന്നെങ്കിൽ ഒരു സ്കൂളിലെ വിഷയം മാത്രമായിട്ട് ഈ ഒരു ഹിജാബ് വിഷയം ഒതുങ്ങുമോ അതോ വലിയ തോതിൽ വിവാദങ്ങൾക്ക് അത് വഴിവെക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അഖിലോട്ട് പറയൊപ്പം CB അനുമോദ്, ന്യൂസ് 18.